പഹൽഗാം ഭീകരാക്രമണത്തിൽ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ ഭാരതത്തെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുലിനും ദുബായിൽ സ്വീകരണമൊരുക്കി മലയാളി സംഘടന. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച നൃത്ത മത്സരമായ ഓർമ്മച്ചുവടുകൾ എന്ന പരിപാടിയിലാണ് ഇരുവരും അതിഥികളായി എത്തിയത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും പരിപാടി സംഘടിപ്പിച്ചത് ഈദ് മേത്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണെന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിനിടെയാണ് രാജ്യത്തെ അപമാനിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊച്ചിൻ സർവകലാശാല ബിടെക് അലൂമിനി അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച നൃത്തമത്സരത്തിൽ ഭാരതത്തെയും സൈന്യത്തെയും പരിഹസിച്ച ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുലിനും വൻ വരവേൽപ്പ് നൽകി. മെയ് 25-ന് ദുബായ് ഉദ്മേത്തിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലായിരുന്നു പരിപാടി. പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഇവരെ സംഘാടകർ നൃത്തമത്സര വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. സംഘടനയുടെ സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചാണ് ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുലിനും സംഘാടകർ സ്വീകരണം ഒരുക്കിയത്. ഇവരെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. വേദിയിലെത്തിയ ക്രിക്കറ്റ് താരങ്ങൾ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും. കേരളത്തിലെ കോളേജുകളുടെ UAEയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷൻ സെക്രട്ടറി ദീപു AS, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരെല്ലാം സ്വീകരണമൊരുക്കാനെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് സംഘടന. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് തീരുമാനിച്ചിരുന്ന വേദിയാണ് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളെന്നും ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുലും ക്ഷണിക്കാതെ കയറി വരികയായിരുന്നു എന്നുമുള്ള പൊള്ളയായ വാദങ്ങളാണ് കുറിപ്പിലുള്ളത്. എന്നാൽ ദുബായ് പോലുള്ളൊരു സ്ഥലത്ത് മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു വേദി കണ്ടെത്താനാകുമെന്ന കാര്യം പാടെ മറച്ചുവെക്കുകയാണ് അലൂമിനി അസോസിയേഷൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് ആഴ്ചകൾക്ക് ശേഷം പരിപാടി സംഘടിപ്പിച്ചിട്ടും വേദി എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന ചോദ്യം പ്രവാസികൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഷാഹിദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനലടക്കം ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും സംഘടന അഫ്രീദിക്ക് സ്വീകരണം നൽകിയത് വൻ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സംഘാടകരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്ന അഭിപ്രായവും സമൂഹമാധ്യമങ്ങളിൽ ഏവരും പങ്കുവയ്ക്കുന്നു. ജനം, ദുബായ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം ഒറ്റക്കെട്ടായി നീങ്ങുമ്പോഴാണ് മലയാളി സംഘടനയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. എങ്ങനെ കാണാം? രോഹിണി, വളരെ ഗുരുതരമായ സംഭവമാണ് ഈ ദുബൈയിൽ മലയാളി സംഘടനയായ ഈ കുസാറ്റിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ക്യൂബയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ലോകം മുഴുവൻ തന്നെ പാകിസ്ഥാനെതിരായ വലിയൊരു വികാരം ഈ പഹൽഗാമിന് ശേഷം രൂപപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഭാരതത്തിൻ്റെ പാർലമെൻ്ററി പ്രതിനിധി സംഘം ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഭാരതവുമായി നല്ല നയതന്ത്ര ബന്ധങ്ങളുള്ള രാജ്യങ്ങളിലെല്ലാം പോയി ഈ പാകിസ്ഥാനുമേൽ ഉപരോധം ഏർപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന വിശദീകരണം നമ്മുടെ പാർലമെൻ്ററി പ്രതിനിധി സംഘം നടത്തുന്ന ഘട്ടത്തിലാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കന്മാരും ആ കാര്യത്തിൻ്റെ ഗൗരവം കൃത്യമായി മറ്റു രാഷ്ട്രങ്ങളെ ധരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ മലയാളി അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഗുരുതരമായ സംഭവം ഈ ദുബൈയിൽ അരങ്ങേറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഏറ്റവും വിവാദ ക്രിക്കറ്ററായിട്ടുള്ള ഷാഹിദ് അഫ്രീദിയും അതോടൊപ്പം തന്നെ ഉമർ ഗുലും, ഈ രണ്ട് താരങ്ങളെ തന്നെ സ്റ്റേജിലേക്ക് വിളിച്ച് ആദരിക്കുകയും അവരെ ഈ പരിപാടിയുടെ ഭാഗമാക്കുകയും ചെയ്തുവെന്ന് പറയുമ്പോൾ ഷാഹിദ് അഫ്രീദി നമുക്കറിയാവുന്നതാണ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും അതിന് മുൻപുമെല്ലാം എപ്പോഴും ഭാരതവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ക്രിക്കറ്ററാണ്. മാത്രമല്ല, ഇയാൾ ഈ പഹൽഗാമിന് ശേഷം നടത്തിയിട്ടുള്ള ഇന്ത്യ വിരുദ്ധമായ പ്രചരണങ്ങൾ, അതായത് ഭാരതത്തിൽ ഒരു പടക്കം പൊട്ടിയാൽ പോലും അത് പാകിസ്ഥാനാണെന്ന് ആരോപിക്കുന്നതാണ് ഇന്ത്യയുടെ ശൈലി എന്നൊക്കെ രീതിയിലുള്ള ചില ആക്ഷേപങ്ങൾ ചുരിയുകയും അതിനുശേഷം പിന്നീട് ഈ ഭാരതവും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കഴിഞ്ഞ് പിന്നീട് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ചില പ്രകടനങ്ങളൊക്കെ, അതായത് ഈ ചെറിയ മിസൈലുകളും ആയുധങ്ങളുമൊക്കെ കയ്യിലേന്തിക്കൊണ്ട് ലാഹോറിലൊക്കെ നടന്ന ഈ തീവ്രവാദികളുടെ റാലി, അത്തരം റാലിയിൽ പോലും ഈ ഷാഹിദ് അഫ്രീദി പങ്കെടുത്തിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടുത്തെ ഈ ജിഹാദി സംഘടനകളെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അഫ്രീദി എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ ഈ വിവാദ ക്രിക്കറ്റ് താരത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ ഭാരതം ഈ പഹൽഗാമിന് ശേഷം നമ്മുടെ രാജ്യത്ത് നിരോധിക്കുന്ന ഒരു നീക്കത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു. മാത്രമല്ല, അഫ്രീദിയെ പറ്റി പറയുമ്പോൾ അടുത്ത കാലത്ത് ഈ പാകിസ്ഥാനിലെ ഒരു ഹിന്ദു ക്രിക്കറ്ററായിട്ടുള്ള ദാനിഷ് കനേറിയ, നമുക്കറിയാം അദ്ദേഹം ക്രിക്കറ്റിൽ നിന്നും നിർബന്ധപൂർവ്വം വിരമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതാണ്, ഒരു ഹിന്ദു ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് ദാനിഷ് കനേറിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്കിടയിൽ അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെപ്പറ്റിയൊക്കെ വിശദീകരിക്കുമ്പോൾ അതിലേറ്റവും ഈ ദാനിഷ് കനേറിയ രൂക്ഷമായി വിമർശിച്ചിരുന്ന ഒരു ക്രിക്കറ്റ് താരം എന്ന് പറയുന്നത് ഈ അഫ്രീദിയാണ്. അഫ്രീദിയെ പറ്റി കനേറിയ പറഞ്ഞിട്ടുള്ളത്, ഒരു
പച്ചയായ മത തീവ്രവാദിയാണ് എന്നുള്ളതാണ്. മുസ്ലിങ്ങളല്ലാത്ത മറ്റാരോടും സംസാരിക്കരുതെന്നും മുസ്ലിങ്ങളല്ലാത്തവരുടെ കൂടെ ഇരിക്കുന്നത് പോലും തെറ്റാണെന്നുമൊക്കെയുള്ള അതിതീവ്രമായ വിഷം ക്രിക്കറ്റ് താരങ്ങൾക്കിടയിൽ പോലും ചീറ്റുന്ന ഒരു കൊടും ഭീകര സ്വഭാവമുള്ള ആളാണ് അഫ്രീദി എന്നാണ് ഡാനിഷ് കനേറിയെ പോലെയുള്ള മുസ്ലിം ഇതര മതവിഭാഗക്കാർ. അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചരിത്രം. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനകത്ത് ഇരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഹിന്ദു ആയതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഭക്ഷണം കഴിക്കാൻ പോലും പാകിസ്ഥാനിലെ മറ്റ് ക്രിക്കറ്റ് താരങ്ങൾ തയ്യാറായിരുന്നില്ല. അത്രത്തോളം വലിയ വിവേചനം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരുത്തനാണ് ഈ അഫ്രീദി എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന അതിതീവ്രമായ മതവികാരം മനസ്സിൽ കൊണ്ട് നടത്തുകയും ഇന്ത്യാവിരുദ്ധ സ്വഭാവം മുഖമുദ്രയാക്കുകയും ചെയ്തിട്ടുള്ള അഫ്രീദിയെയാണ് ഈ പഹൽഗാമിന് ശേഷമുള്ള ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ മലയാളികളുടെ കൂട്ടായ്മ കുസാറ്റിൻ്റെ മുൻ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായിട്ടുള്ള ക്യൂബയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പരിപാടിക്കെതിരെ വ്യാപകമായ പരാതി വിദേശകാര്യ മന്ത്രാലയത്തിനും UAE ഇന്ത്യൻ എംബസിക്കും ലഭിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെയ് മാസം 25-ാം തീയതിയാണ് ഈ പരിപാടി നടന്നതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതിൻ്റെ വീഡിയോയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വാർത്തകളുമൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രതിനിധി സംഘങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനുമേൽ ഉപരോധത്തിൻ്റെ സാഹചര്യത്തെപ്പറ്റി വിശദീകരിക്കുകയും പഹൽഗാം എങ്ങനെയാണ് ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാകിസ്ഥാന് കഴിയുന്നത് എന്നതിനെപ്പറ്റിയുള്ള വിശദീകരണം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഭാരതം നടത്തുന്ന ഘട്ടത്തിലാണ് പാകിസ്ഥാൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഫ്രീദിയെ പോലെയും ഗുള്ളിനെ പോലെയും ഒക്കെയുള്ള ക്രിക്കറ്റ് താരങ്ങളെ ഇപ്പോൾ ഈ മലയാളികളുടെ നേതൃത്വത്തിൽ ആദരിക്കുന്ന ഒരു ചടങ്ങ് ദുബൈയിൽ നടന്നിരിക്കുന്നത്. രോഹിണി. അതെ, ശരി ഗൗതം, ഏറ്റവും ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ ഭാരതത്തെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും ദുബായിൽ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് മലയാളി സംഘടന. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച നൃത്ത മത്സര പരിപാടിയിലാണ് ഇരുവരെയും അതിഥികളായി ക്ഷണിച്ചിരിക്കുന്നത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും പരിപാടി സംഘടിപ്പിച്ചത് ഉദ്മേത്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണ് എന്നുള്ളതാണ് സംഭവത്തിന്റെ ഗൗരവമേറെ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു വസ്തുതയും. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.